നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. കൊണ്ടാഴി മടത്തിൽപ്പടി പാടശേഖരത്തിൽ വ്യാപകമായി ഓലകരിച്ചിൽ ഭീഷണി. വിള നശിച്ച് പ്രതിസന്ധിയിലായി പഞ്ചായത്തിലെ മാതൃകാ ഗ്രൂപ്പ് ഫാമിംഗ് കർഷകർ. ഏകദേശം 2 ആഴ്ചകൾക്ക് മുൻപാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മായിന്നൂർ മടത്തിൽപ്പടി പാടശേഖരത്തിൽ നെൽച്ചെടികളിൽ വ്യാപകമായി ഓലകരിച്ചിൽ ശ്രദ്ധയിൽപ്പെട്ടത്. കർഷകർ ഉടൻ തന്നെ ഇക്കാര്യം കൃഷിഭവനിൽ അറിയിക്കുകയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഓലച്ചുരുട്ടിപ്പുഴുവിനുള്ള കീടനാശിനി പ്രയോഗം നടത്തിയിട്ടും നെല്ലോലകളിലെ കേട് മാറുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത്. നെല്ലിൽ കതിർ വരുന്ന സമയത്ത് രോഗം ബാധിച്ചത് വിളവിനെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടുകൂടി വലിയ പ്രതീക്ഷയോടെ ഗ്രൂപ്പ് ഫാമിംഗ് പ്രയോജനപ്പെടുത്തി വിളയിറക്കിയ കർഷകർ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഫാമിംഗ് നടത്തപ്പോൾ അന്നത്തെ കൃഷി ഓഫീസർ എടിയും ഞങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്ക് ഡ്രോൺ വെച്ച് ഈ 70 ഏക്കർ ജൈവവളം അടിക്കാമെന്ന് ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് തരികയുണ്ടായി. പക്ഷേ ഇന്നത്തെ വരെ അങ്ങനെ ഒരു സംഭവം ഞാൻ പല പ്രാവശ്യം സെക്രട്ടറി ലെവലിൽ വിളിച്ചു വെച്ചപ്പോൾ അത് മിഷൻ കേടാണ്, അല്ലെങ്കിൽ ബോൾട്ടില്ല, നെറ്റില്ല പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. എന്താ അതിൻ്റെ യഥാസ്ഥിതി എന്ന് ഞങ്ങൾക്ക് ഇതുപോലെ അറിഞ്ഞില്ല. ആ ജൈവവളം അടിച്ചിരുന്നുവെങ്കിൽ ഇത്രയും കേട് വരില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ ഞാൻ പല പ്രാവശ്യം എടിയും കൃഷി ഓഫീസറും സെക്രട്ടറി നിലയിലും ബന്ധപ്പെട്ടപ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി അവർ തരാൻ കൂട്ടി പറ്റില്ല. അത് മിഷൻ കേടാണ്, അല്ലെങ്കിൽ അതിന് ബാറ്ററി ഇല്ല, അല്ലെങ്കിൽ അയാൾ വീണു. ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ മറുപടി. പല കർഷകരും സ്ത്രീകൾ വന്ന് ചോദിക്കുന്നത് എവിടെ നിങ്ങളുടെ എയറോപ്ലെയിനാണ് ചോദിക്കുന്നത്. സെക്രട്ടറി എന്ന ലെവലിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ അത് വിളിച്ച് ചോദിച്ചപ്പോൾ കൃഷി ഓഫീസായിട്ട് അതുകൊണ്ട് ഓട്ടക്കിയിട്ട് ഇരിക്കുന്ന അവസ്ഥയല്ല സെക്രട്ടറി നിലയിൽ. മനസ്സിലായോ? ആ സ്ഥിതിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ നെല്ലിൻ്റെ സ്ഥിതി കർഷകർ പറഞ്ഞപ്പോഴാണ് നിങ്ങളെ വിളിച്ചത് തന്നെ. കാരണം എന്താണോ, രണ്ടും കൂടിയുള്ള വ്യത്യാസം, ഇതിലത്തെയും കൂടി വ്യത്യാസം എത്ര വ്യത്യാസം ഉണ്ടോ. ഇത് കംപ്ലീറ്റ് കറുപ്പാണ്, ഇത് കംപ്ലീറ്റ് നല്ലതല്ലാണ്. കണ്ടോ, ഇത്രയും ചേഞ്ചാണ്. വിളനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും രോഗബാധ നിയന്ത്രിക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ ഉടനടി ഉണ്ടാകണമെന്നും പാടശേഖര സമിതി സെക്രട്ടറി S. രാമകൃഷ്ണൻ, തൃളങ്കോട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രസിഡന്റ് രാമകൃഷ്ണൻ, M. ഗിരീഷ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. പാടശേഖരത്തിലത്തെ മുണ്ടകൻ കൃഷിക്ക് ഉമാവിത്ത് ഗ്രൂപ്പ് ഫാമിംഗ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയുണ്ടായി. നട്ടിട്ട് ഏകദേശം 70 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 70 ദിവസത്തിലുള്ള നെല്ലുകൾ കതിർ വരേണ്ട സമയം ആയിരിക്കുകയാണ്. ഈ കതിർ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരാഴ്ചയായിട്ട് ഈ നെല്ലിനൊരു അസുഖം വന്നിട്ടുണ്ട്. കൃഷി ഓഫീസർ പറഞ്ഞിട്ട് കൊറോജൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് ഇവിടെയൊക്കെ സ്പ്രേ അടിച്ചു. മരുന്ന് അടിച്ച കണ്ടത്തിലും സ്ഥിതി അതുതന്നെയാണ്. ഓല കരിയുന്ന പോലെയും ഓല ചുരുട്ടുന്ന പോലെയുള്ള അസുഖമായിട്ടാണ് തോന്നുന്നത്. അതിലിപ്പോൾ വരുന്ന കതിരാണ് ഇപ്പോൾ ഈ കാണിച്ചത്. ഇത് അസുഖം ബാധിക്കാത്ത ചില കണ്ടങ്ങളിലത്തെ ആ കതിരാണ് ഇത്. ഇതുമാതിരിയാണ് ശരിക്കും വരുന്നത്. ആ കതിര് ഇതിനും കൂടി നോക്കിയാൽ പകുതി വളവ് പോലും കർഷകർക്ക് കിട്ടില്ല. ഈ ഗ്രൂപ്പ് ഫാമിങ്ങിൽ കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇത് നടയുത്സവം നടത്തി ഉദ്ഘാടനം ചെയ്താണ്. ബഹുമാനപ്പെട്ട ജെ ഡി പങ്കെടുത്തിരുന്നു. അവരെ നമ്മൾ ഈ വിവരം അറിയിപ്പിച്ചില്ലെങ്കിലും അവരും കൂടി ഇത് അറിയണം, ഞങ്ങളുടെ പാടത്തിന്റെ സ്ഥിതി. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ കർഷകരെ എന്താ ചെയ്യാന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ്. റൈറ്റ് ന്യൂസ് കൊണ്ടാഴി.